ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരണിനെ കാണിക്കുന്നത്, കിരണ ഭയങ്കര വെപ്രാളത്തോടു കൂടി തന്നെ താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. കാരണം തൻ്റെ അമ്മ ICUലാണല്ലോ, അപ്പം അമ്മയെ കാണാൻ വേണ്ടി പോകാനാണ് കിരൺ അങ്ങനെ വെപ്രാളത്തോടു കൂടി തന്നെ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഷാരി ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന രംഗമാണ് നമ്മുടെ കിരൺ കാണുന്നത്. അപ്പോൾ ചോദിക്കുകയാണ്, ആൻറ്റിക്ക് എന്ത് പറ്റി? ആനിയുടെ മുഖത്ത് ഭയങ്കര സങ്കടമാണല്ലോ, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ മോനെ വേറെ ഒന്നുമല്ല, രൂപ ഈ ഒരു അവസ്ഥയിൽ ICUയിൽ കിടക്കുകയാണല്ലോ, അതിനെക്കുറിച്ച് ഓർത്തിട്ടാണ്. എന്താ ആൻറ്റിക്ക് അമ്മയെ കാണാൻ വരാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് ആഗ്രഹമുണ്ട്, രൂപയെ കണ്ടാൽ കൊള്ളാവുന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ആൻറ്റി ICUലല്ലേ, ICUലേക്ക് എത്തിയപ്പോൾ ആരെയും കാണിക്കില്ല അമ്മയെ. അപ്പം അതുകൊണ്ട് ഇപ്പം ആര് ചെന്നാലും അമ്മയെ കാണാനായിട്ട് സാധിക്കില്ല. ആണോ മോനെ? എങ്കിൽ പിന്നെ കുഴപ്പമില്ല, ICUന്ന് ഇറങ്ങട്ടെ, അതിന് ശേഷം ആൻറ്റി വന്ന് അമ്മയെ കണ്ടോളാം. രൂപയെ കാണണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. എല്ലാവർക്കും ഓരോരോ അവസ്ഥകളാണല്ലോ മോനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതെ ആൻറ്റി, അത് ശരി തന്നെയാണ്. എങ്കിൽ എനിക്കങ്ങോട്ട് പോകാനുള്ള സമയമായി. ആൻറ്റി കല്യാണിയെ നന്നായിട്ട് നോക്കിക്കോളണം കേട്ടോ. ദേ അപകടങ്ങൾ വരുന്ന വഴി മനസ്സിലാകില്ല ആൻറ്റി എന്നൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മോനെ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? കല്യാണിയെ ഞാൻ നന്നായിട്ട് തന്നെ നോക്കില്ലേ, അത് മോൻ എന്നോട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ നമ്മുടെ ഷാരി പറയാണ്. എന്നാലും അവൾക്കിപ്പോൾ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. ശരിക്കും അങ്ങോട്ട് എല്ലാം ചെയ്തു തുടങ്ങാനുള്ള സമയമായിട്ടില്ല. അവർക്ക് വേണ്ടുള്ള ആഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെ എന്നോട് പറയണ്ട മോനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റിയും സൂക്ഷിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഷാരിക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നിയിരിക്കുകയാണ്. ദൈവമേ, എൻ്റെ ടെൻഷൻ്റെ കാര്യം ഇവനോട് പറയാൻ പറ്റുമോ? സരയുവാണെങ്കിൽ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണല്ലോ. പാവം കല്യാണിയുടെ അവസ്ഥ എന്താകുമോ എന്തോ എന്നൊന്നും ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ കിരണിനെ ആവർത്തിച്ച് പറയുകയാണ്, ഇപ്പോൾ സരയുവിൻ്റെ സ്വഭാവം ശരിക്കും മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവൾക്ക് ആരോടും വൈരാഗ്യമൊന്നുമില്ല. മനോഹറിനോടും ദേഷ്യമൊന്നും അവൾക്കില്ല. പക്ഷേ അവൻ്റെ കൂടെ ഒന്നാകാനായിട്ട് അവൾക്ക് താല്പര്യമില്ലെന്ന് മാത്രമേ അവൾ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ കുഞ്ഞിനെയൊക്കെ കൊണ്ടേ അവനെ കാണിച്ചോ എന്നൊക്കെയാണ് സരയു എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇനി എല്ലാവരും കൂടി എല്ലാ സ്വഭാവങ്ങളെല്ലാം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷകരമായ ജീവിതം നയിക്കാമല്ലോ. സരയുവിൻ്റെ ആ ഒരു സ്വഭാവം കൂടി മാറിയാൽ മനോഹറിനൊത്ത് കുഞ്ഞിനൊത്ത് സന്തോഷത്തോടെ ജീവിക്കാം. ഇത് കേട്ട ഷാരിയാണെങ്കിൽ അതെങ്ങനെ സാധിക്കും മോനെ? എന്തായാലും ഈ മോളെ സ്കൂളിലൊക്കെ ചേർക്കാൻ പോകുമ്പോൾ ജയിൽ പുള്ളിയുടെ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ആക്ഷേപിക്കില്ല എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മറ്റുള്ളവർ പറയുന്നത് എന്ത് എന്നൊക്കെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല ആൻറ്റി. മറ്റുള്ളവരുടെ വായ അടച്ചു പൂട്ടാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമ്മുടെ ജീവിതം നമ്മളാണ് നോക്കേണ്ടത്. അതെങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലാതെ നാട്ടുകാരുടെ വായ അടപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ ആൻറ്റി എന്ന് ചോദിക്കണം. മോൻ പറഞ്ഞ സത്യം തന്നെയാണ്. പക്ഷേ സരയു ഇതിനൊക്കെ സമ്മതിക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത് തന്നെയാണ് എൻ്റെയും സംശയം. മനോഹർ ഇപ്പോൾ ശരിക്കും മാറിയൊരു മനുഷ്യനാണ്. നമുക്ക് വേണ്ടി തന്നെയാണ് മനോഹർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് പോലും. അപ്പോൾ ആ ഒരു മനോഹറിനെ ഇനി വേദനിപ്പിക്കാനായിട്ട് പാടില്ല. അവൻ എന്തുകൊണ്ടാണെന്നറിയാവോ ഇപ്പോൾ ഒരു കടുങ്കയും ചെയ്യാതെ ജീവിക്കുന്നത്? അവൻ്റെ മോൾക്ക് വേണ്ടി. മോളെ അത്രമാത്രം മനോഹർ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുക. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഷാരിയാണെങ്കിൽ, എൻ്റെ പൊന്ന് കിരണേ, നീ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം സരയുവിൻ്റെ മനസ്സിൽ നീയാണ്. അതിന് കല്യാണിയെ വരെയും കൊല്ലാൻ വേണ്ടി അരുംകൊലക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് സരയു. ആ സരയുവിനോട് ഞാൻ എന്ത് പറയാനാണെന്ന് ഷാരി മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് കിരൺ പറയുകയാണ്, ഞാനേതായാലും പോട്ടെ ആൻറ്റി, ഇപ്പം തന്നെ ഒരുപാട് നേരം വൈകി എന്ന് പറഞ്ഞുകൊണ്ട്. ശരി മോനെ, നീ പോയിക്കോ, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്ന് പറഞ്ഞ് കിരൺ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഷാരിക്ക് വീണ്ടും വെപ്രാളം കൂടി വരികയാണ്. ദൈവം രാത്രി ആകുമ്പോഴത്തേക്കും ആ ഒരു ഗുണ്ട അവിടെ എത്തും, കൊലയാളി എത്തും. അങ്ങനെ കല്യാണി ഇന്ന് തന്നെ അവസാനിപ്പിക്കും എന്നുള്ളൊരു പേടി നമ്മുടെ ഷാരിയുടെ മനസ്സിൽ ഇങ്ങനെ വിതുമ്പി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ കല്യാണിയാണെങ്കിൽ ആ റൂമിൽ കയറി ഷെൽഫൊക്കെ ഒന്ന് തുറന്നു നോക്കുക. അവിടെ കല്യാണിയുടെ പണ്ടത്തെ സാരികളൊക്കെ ഇരിക്കുന്നുണ്ട്. കാരണം കല്യാണി താമസിച്ച മുറിയാണല്ലോ അത്. അപ്പോൾ ഷാരി പെട്ടെന്ന് കല്യാണ അടുത്തേക്ക് വരികയാണ്. വന്നിട്ട് ഇങ്ങനെ കല്യാണിയെ നോക്കിക്കൊണ്ട്, അവളെ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് വന്ന വീടാണല്ലോ, അവളും കിരണും കൂടി താമസിച്ച മുറിയാണല്ലോ അത്, അതുകൊണ്ടായിരിക്കും ഷെൽഫെല്ലാം തുറന്ന് നോക്കുന്നത് എന്നൊക്കെ ഷാരി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ കല്യാണം നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഷാരി ആൻറ്റി നിൽക്കുന്നു. മോളത് എന്തെടുക്കുക മോളെ? ഷെൽഫൊക്കെ നോക്കുമായിരുന്നല്ലേ? അത് പിന്നെ ആൻറ്റി, ഞാൻ കഴിഞ്ഞ മുറിയല്ലേ ആൻറ്റി. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കൗതുകം തോന്നി. അതുകൊണ്ട് ഞാനൊന്ന് തുറന്നു നോക്കിയുള്ളൂ. എനിക്ക് മനസ്സിലായി മോൾക്ക് ആ ഒരു കൗതുകം കൊണ്ടാണ് അതൊക്കെ തുറന്നു നോക്കിയതെന്ന്. അവിടെ മോളുടെ പഴയ സാരികളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, ആ ഒരു സന്തോഷത്തിലാണല്ലേ മോളെന്ന് ചോദിച്ചപ്പോഴേക്കും ഇതൊരിക്കലും മറക്കാനായിട്ട് പറ്റില്ലല്ലോ. എൻ്റെ പഴയ ഓർമ്മകളെല്ലാം എനിക്ക് ഈ റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്ക് വന്നു ആൻറ്റി എന്നിങ്ങനെ പറയുകയാണ്. മോളെ,
മോൾക്ക് എന്താ വേണ്ടത്, അതെല്ലാം ആൻറ്റി ഉണ്ടാക്കി തരാവേ. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ വീടല്ലേ ഇത്, എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനായിട്ട് അറിയാലോ. പിന്നെ എന്തിനാ ആൻറ്റി ഉണ്ടാക്കി തരുന്നത്? അത് വേണ്ട, മോളടുക്കളയിൽ കയറണ്ട, ആൻറ്റി തന്നെ എല്ലാം ഉണ്ടാക്കി തരും. കിരൺ മോനെ, ആൻറ്റിയോട് പറഞ്ഞിട്ടാ പോയത് മോൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി തന്നോന്ന്. അപ്പം പിന്നെ മോളെ കൊണ്ട് ഉണ്ടാക്കിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിരൺ മോൻ എന്നെ ശരിയാക്കില്ലേ? അതുകൊണ്ട് അത് വേണ്ട എന്നും പറയാണ്. ഇനിയിപ്പോൾ സരയനോട് ഇവിടെ താമസിക്കാനായിട്ട് പറയണം. അവൾ ജനിച്ച് വളർന്ന വീടല്ലേ ഇത്. അപ്പം സരയു മാത്രം എന്തിനാ മാറി നിൽക്കുന്നത്? അവളും കൂടി ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷമാകും മോളെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കല്യാണിയുടെ മുഖഭാവം ആകെ ഒന്ന് മാറുക. അപ്പോൾ കല്യാണി ഇങ്ങനെ പറയാണ്. അപ്പോൾ താരയാൻറ്റി എന്ത് ചെയ്യും? ആൻറ്റി, താരയാൻറ്റി അവ തനിച്ചായി പോവില്ലേ? സ്വന്തം മോൾക്ക് വേണ്ടിയല്ലേ താരയാൻറ്റി ഇപ്പം ജീവിക്കുന്നത്. അപ്പോൾ മോളെ നഷ്ടപ്പെടുന്ന കാര്യം ആൻറ്റിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിന് താരയെ ഇങ്ങോട്ട് കൊണ്ടുവരാം, അതിനെന്താ കുഴപ്പമെന്ന് ശാര ചോദിക്കുകയാണ്. അങ്ങനെ താരയെ ആൻറ്റി ഇവിടെ വന്ന് നിൽക്കുമെന്ന് ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും നിൽക്കില്ല. പിന്നെ സരയു ആണെങ്കിൽ ആരുടെയും ഔദാര്യം പറ്റി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. സരയു ആകെ മാറിയല്ലോ. സരയുനിപ്പോൾ സ്വന്തമായിട്ട് ജോലിയുണ്ട്, പിന്നെ നല്ല വരുമാനമുണ്ട്. അവൾക്ക് പിന്നെ ആരുടെ മുന്നിൽ തലകുനിക്കേണ്ട കാര്യവും ഇല്ല. പിന്നെ അവൾക്കൊരു സ്ഥലം മേടിച്ചിട്ട് വീട് വെക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ വേണ്ട, കിരണേട്ടനാണെങ്കിൽ കിരണേട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വില്ല കൊടുക്കില്ലേ? അങ്ങനെയൊക്കെ താമസിച്ചാൽ പോരെ? എൻ്റെ ആൻറ്റി, എത്ര ബന്ധങ്ങളും ഇങ്ങനെ അകന്നകന്ന് താമസിച്ചാലും ആ ബന്ധങ്ങളുടെ മനസ്സെപ്പോഴും ഒന്നായിരിക്കും ആൻറ്റി. അതിൽ ഒരു കുറവും വരാനായിട്ട് പോകുന്നില്ല. നമ്മളുടെ ബന്ധങ്ങൾ ഒരിക്കലും തകരാനായിട്ട് പാടില്ല ആൻറ്റി എന്നിങ്ങനെ പറയാണ്. അത് ശരിയാ കല്യാണി മോളെ, എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും അമ്മയ്ക്ക് സുഖമായിട്ടൊക്കെ വരട്ടെ എന്ന് കല്യാണി പറയുകയാണ്. ശരി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരി അങ്ങോട്ട് പോകുമ്പോഴും ഒന്ന് തിരിഞ്ഞ് നോക്കുകയാണ്. തിരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും എൻ്റെ മോള് പറഞ്ഞ സത്യം തന്നെയാണ്. എൻ്റെ മോളും കിരണും താമസിക്കേണ്ട റൂമായിരുന്നു ഇത്. ഇവള് വന്നത് കൊണ്ടല്ലേ എൻ്റെ മോളുടെ ജീവിതം തകർന്നു പോയത്, എൻ്റെ മോളുടെ ആ ഒരു സ്വപ്നം ഇല്ലാതെയായി പോയത് എന്ന് ശാരി വരെ ഒരു നിമിഷം അവിടെ ചിന്തിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പോവുകയും ചെയ്യുക. അങ്ങനെ അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും ഗുണ്ട മതിൽ ചാടി വരിക. നമ്മുടെ ശാരി ആ ഡോറ് തുറന്നു കൊടുക്കുകയും ചെയ്യുക. ആ ഗുണ്ട അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും നേരെ കയറി ചെന്നത് കല്യാണിയുടെ റൂമിലേക്ക്. കല്യാണിയുടെ റൂമിൽ ചെന്ന് കല്യാണി നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ കല്യാണി നല്ല ഉറക്കത്തിൻ്റെ ആ സമയത്ത് ഈ ഗുണ്ട നേരെ കല്യാണിയുടെ മുഖത്തേക്ക് തലയുടെ എടുത്ത് വെക്കുക. കല്യാണിയാണെങ്കിൽ പെട്ടെന്ന് നിൽക്കുകയാണ്. ഈ ഒരു ശബ്ദം കേൾക്കുകയാണ് നമ്മുടെ ശാരിക്കാണെങ്കിൽ ആകെ പേടിച്ച് പറിച്ചിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ ശ്വാസം മുട്ടി കല്യാണി അവിടെ തീർന്നു പോവുകയാണ്. ആ ഒരു സ്വപ്നം കണ്ട് ചാടി എണീറ്റ് അവൾ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സരയു ചാടി എണീക്കുക. അപ്പോൾ താര ഓടി വരികയാണ്. എന്താണെന്ന് ആലോചിച്ചിട്ട് ആ റൂമിലേക്ക് താര ഓടി വരിക. അപ്പോൾ സരയു ചോദിക്കുകയാണ്, നിങ്ങളെന്താ ഇവിടെ, നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? അപ്പോൾ താര ഇങ്ങോട്ട് കാണിക്കുകയാണ്. എന്താ, ഞാൻ മരിച്ചു എന്നും പറഞ്ഞു എന്നോ? അങ്ങനെ താര അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല. അപ്പം അവൾ മരിച്ചില്ലേ? അവൾ ആ കല്യാണില്ലേ, അവൾ മരിച്ചില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അവൾ മരിച്ചതായിട്ട് ഞാൻ സ്വപ്നം കണ്ടല്ലോ. ഞാൻ സ്വപ്നം കണ്ടു. അപ്പം അവൾ മരിച്ചിട്ടുണ്ടാവും അല്ലേ? അവൾ മരിച്ചെന്ന് ഉറപ്പാത്. അപ്പോൾ താര ചോദിക്കണം, നിനക്ക് എന്ത് പറ്റി മോളെ, നീ എന്ത് കിടന്ന് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ സരയുടെ കാലി വരികയാണ്. നിങ്ങൾ കടന്നു പോയിക്കണ്ടേ, നിങ്ങളോട് എനിക്കിപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ല, ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾ പോകാൻ നോക്ക് എന്ന് താരയോട് പറയാണ്. പക്ഷെ താര പോകാനായിട്ട് തയ്യാറായില്ല. നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞുകൊണ്ട് ആ റൂമിൽ നിന്ന് ഉന്തി താഴേക്ക് ഇടുകയാണ് താരയെ. അങ്ങനെ കഥ കടിച്ച് മൂടുകയും ചെയ്യണം. അപ്പം സര ഇങ്ങനെ മനസ്സിന്തിക്കണം, അവള് തീരണം, ഇന്ന് രാത്രിയോടെ അവൾ തീരും. ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടല്ലേ, സ്വപ്നം ഫലിക്കാതിരിക്കില്ല. എനിക്ക് അവളെ തീർക്കണം. അവൾ തീർന്നുള്ള വാർത്ത വേണം വരാനായിട്ട്. അവളുടെ പള്ളയ്ക്ക് കത്തി കുത്തി കയറ്റി അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയി അവൾ മരണപ്പെട്ടു എന്ന വാർത്തയായിരിക്കണം എൻ്റെ ചെവിയിലെത്താനായിട്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും അമ്മ എന്നെ വിളിച്ചോളും, അവളെ മരണപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് അമ്മ എന്നെ വിളിച്ചോളും എന്നൊക്കെ ഒരു ഭ്രാന്തി എന്ന രീതിയിൽ സരയു അവിടെ പറയാണ്. അങ്ങനെ
യഥാർത്ഥത്തിൽ സംഭവം നടക്കാനായിട്ട് പോവുകയാണ്. ആ ഗുണ്ട ആ മതിൽ ചാടി വരികയാണ്. അപ്പോൾ അപ്പോഴേക്കും ആ ഒരു കറക്റ്റ് സമയം ഇപ്പോൾ ശാരി കഥ തുറക്കുക. ഈ ഗുണ്ടയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശാരി പേടിച്ച് നിൽക്കുക. ഗുണ്ട ശാരിയെ തന്നെ നോക്കുകയും ചെയ്യാണ്. അപ്പോൾ ശാരിയാണെങ്കിൽ എനിക്ക് പേടിയാവുന്നെന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ വേറെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നോ. ഞാൻ അവളുടെ റൂമിൽ കയറിയിട്ട് അവളെ തീർത്തോളാം. അത് കഴിയുമ്പോഴേക്കും കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ആൾക്കാരെ എല്ലാം വിളിച്ചു കൂട്ടാനായിട്ട്. മനസ്സിലായല്ലോ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഈ ഗുണ്ട നേരെ കല്യാണിയുടെ റൂം ലക്ഷ്യമാക്കി പോവാണ്. കല്യാണ റൂം ലക്ഷ്യമാക്കി പോകുമ്പോൾ ഈ ശാരി സ്റ്റെയർ കേസിൻ്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കുക. അപ്പോൾ റൂം ലക്ഷ്യമാക്കി പോയി ആ റൂം തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആ കട്ടിലിൽ കല്യാണിയില്ല. കല്യാണിയെ കാണാതായി കഴിഞ്ഞപ്പോഴേക്കും ഈ ഗുണ്ട പേടിച്ചു പോയി. ലൈറ്റ് ഇട്ട് നോക്കിയപ്പോഴും കല്യാണിയെ കാണാനില്ല. പക്ഷേ കല്യാണി ബാത്റൂമിലായിരുന്നു. അങ്ങനെ കല്യാണി ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതും ഈ ഒരു ഗുണ്ടയാണ് കാണുന്നത്. ആരാടാ നീ എന്നിങ്ങനെ ചോദിക്കുകയാണ് കല്യാണി. നിന്നെ കൊല്ലാൻ വന്ന കാലനാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് കത്തിയായിട്ട് കല്യാണിയുടെ നേരെ പോവുകയാണ്. കല്യാണി ആണെങ്കിൽ ഒരു തലേനെടുത്തിട്ട് ഇവനെ അടിച്ചിട്ടിട്ട് കല്യാണി അവിടെ നിന്ന് ഓടി രക്ഷണം. ആൻറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഓടി രക്ഷപ്പെടുന്നത്. പക്ഷേ ശാരിയാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ശാരി ആ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ തന്നെ ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ്. ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി വിളിക്കുന്നുണ്ട്. സ്റ്റെയർ കേസിൽ നിന്ന് ചാടി ഓടി ഇറങ്ങി നേരെ കല്യാണി ചെന്ന് ആ മെയിൻ സ്വിച്ച് അങ്ങോട്ട് ഓഫ് ആക്കുവാണ്. അപ്പം തന്നെ അങ്ങോട്ട് ഇരുട്ടായിപ്പോയി. അവിടെ റൂം മുഴുവൻ അങ്ങോട്ട് ഇരുട്ടായിപ്പോയി. ശാരി സ്റ്റെയർ കേസിൻ്റെ അടി നിൽക്കുന്നു. നമ്മുടെ കല്യാണിയാണെങ്കിൽ മെയിൻ ബോക്സിൻ്റെ അടുത്ത് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഈ ഗുണ്ട എന്ത് ചെയ്തു? ഗുണ്ടയാണെങ്കിൽ തൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ എടുത്തിട്ട് ആ ഒരു ഫ്ലാഷ് ലൈറ്റ് തെളിയിക്കുകയാണ്. തെളിയിച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കൺമുന്നിൽ കല്യാണി നിൽക്കുക. കല്യാണിയും പേടിച്ചു പോയി. കല്യാണിക്ക് നേരെ ആ കത്തിയായിട്ട് ചെല്ലുകയാണ്. പക്ഷെ അപ്പോഴേക്കും കല്യാണി ഈ ഗുണ്ടയെ കൈവച്ച് തട്ടി താഴെയിട്ട് കല്യാണി അവിടെ നിന്ന് ഓടുകയാണ്. അപ്പോഴേക്കും ഈ ശാരിയും അങ്ങോട്ട് പേടിച്ചു പോയി. ഗുണ്ടയുടെ കയ്യിൽ നിന്ന് വെച്ചാൽ ആ ടോർച്ചും താഴത്തേക്ക് പോവുകയും ചെയ്തു. ഫോൺ അങ്ങോട്ട് താഴത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോഴേക്കും ദേവരുന്നു ശാരി സ്റ്റെയർ കേസിൻ്റെ അടിയിൽ നിന്ന് ഓടി വരിക. പക്ഷേ പെട്ടെന്ന് ഗുണ്ടയുടെ കയ്യിൽ കിട്ടിയത് ശാരിയായിരുന്നു. ശാരിയുടെ പള്ള നോക്കി ഒറ്റ കയറ്റിലാണ് കത്തി. ശാരിയാണെങ്കിൽ എൻ്റെ അമ്മോ പത്തോ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു കരച്ചിലും. ഗുണ്ടയാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യാണ്. അപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന രീതിയിൽ തന്നെയാണ് സരയു ഓരോ സംഭവങ്ങളും അരങ്ങേറുമ്പോൾ സരയുവിന് ഇഷ്ടപ്പെട്ടവരൊക്കെ സരയുവിന് നഷ്ടപ്പെടുകയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.